എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഒട്ടും കയ്പില്ലാതെ മുട്ടയും പാവയ്ക്കയും കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാവയ്ക്ക വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം കനം കുറച്ച് അരിയാമോ അത്രത്തോളം കനം കുറച്ച് അരിഞ്ഞെടുത്തോളൂ. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ട ഉടച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു മുട്ടയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇതിനെ നല്ല രീതിയിലൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ട എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒട്ടും വെയിറ്റ് ചെയ്യരുത്. ഉടൻ തന്നെ ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചോ സ്പാച്ചില ഉപയോഗിച്ചോ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് വളരെ ചെറിയ പീസസ് ആയിട്ട് മുട്ട എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ നന്നായിട്ട് കുത്തി ഉടച്ച് നമ്മൾ പാവയ്ക്ക അരിഞ്ഞെടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ മുട്ടയും കൂടി സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം പാനിൽ നിന്ന് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പകുതി സവാള വളരെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് എരിവിന് ആവശ്യമായ ഒരു പച്ചമുളക് വളരെ ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങയുടെ ലൈറ്റായിട്ടൊരു കളർ മാറി വരുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഈ ഒരു പരുവത്തിലാകുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാവയ്ക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. പാവയ്ക്ക് വേകാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം മതിയാകും. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഈ ഒരു രീതിയിൽ ഒതുക്കി വയ്ക്കാം. നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒതുക്കി വെച്ചതിന് ശേഷം മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ആ ഒരു രീതിയിൽ ഇരുന്നതിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ആ ഒരു രീതിയിൽ തന്നെ നമുക്കിതിനെ മൂടി വയ്ക്കാം. ഈ ഒരു രീതിയിൽ ഒതുക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞു. പാവയ്ക്ക നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി നല്ലൊരു കളറാക്കി എടുക്കണം. പാവയ്ക്ക വെന്ത് കളറൊക്കെ മാറി ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് പരുവാക്കിയെടുക്കാം. വീണ്ടും ഏകദേശം 2-3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഇതിനെ ഒന്ന് ചിക്കി തോർത്തിയെടുക്കാം. അടുപ്പിലിട്ട് കൊടുത്ത് തോരൻ ഇങ്ങനെ നന്നായി മൂപ്പിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരും. ഇപ്പോൾ ആ തോരൻ റെഡിയായി കഴിഞ്ഞു. ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ പാവയ്ക്കയും മുട്ടയും ഒക്കെ ഉള്ളപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.